ഹലോ നമസ്കാരം ലേഡീസ് അവരുടെ കുക്കറി സെഗ്മെൻ്റായ ടുഡേസ് ടേസ്റ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ വേറിട്ട രുചികൾ തേടി ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം വല്യശാലയുള്ള റെക്സ് കിച്ചണിലാണ്. റെക്സ് കിച്ചൻ്റെ എല്ലാമായിട്ടുള്ള ശ്രീദേവി ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. ചേച്ചി വെൽക്കം ചെയ്യാം. ചേച്ചി വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അല്ലേ ടി വിക്കാൻ മുന്നിൽ? ഓക്കെ, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്? ഇല്ല, ചെറുതായിട്ട്. അപ്പോൾ എന്താണ് റെക്സ് കിച്ചൺ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ് മേജർ ഐറ്റംസ്? 2017 സ്റ്റാർട്ട് ചെയ്തത് ചെറുതായിട്ട്. മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ആണ്. സ്വീറ്റ്സ്, സ്നാക്സ്, പിക്കിൾസ്. ഓർഡർ അനുസരിച്ച് ചെയ്യും? ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, സ്വീറ്റ്സും സ്നാക്സും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്നാക്കാണ് ആദ്യം ചെയ്തു തരാം. നമുക്ക് പല പല ഐറ്റംസ് ഉണ്ടാക്കി തരുന്നുണ്ട്. ആദ്യം നമ്മൾ ഇതിൽ നിന്ന് അങ്ങ് തുടങ്ങാം അല്ലേ? മംഗളമായിട്ട് അങ്ങ് തുടങ്ങാം. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? ഇത് റവ ഹേർട്സ്, ചിപ്സ് ഐറ്റം ആണ്. റവ വെച്ചിട്ടുള്ള ചിപ്സ്. റവ ഹാർട്സ് എന്ന് പറയാൻ റീസൺ എന്താ? ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അങ്ങനെ പേരിട്ടുണ്ട്. ഓക്കെ, റവ ചിപ്സ് ആണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന് വേണ്ട മേജർ ഐറ്റംസ്? നമുക്ക് ഇത് കൊണ്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറയാം. ആദ്യം ഒരു 100 ഗ്രാം റവ, കുറച്ച് ഉപ്പ്, മുളക് പൊടി, കുറച്ച് എണ്ണ, 1/2 കപ്പ് വെള്ളം. ഓക്കെ, ഇത് റവ 1 കപ്പ് ഉണ്ട്. റവ 1 കപ്പ് എടുക്കുമ്പോൾ വെള്ളം 1/2 കപ്പ് എടുക്കും. ഓക്കെ, അതിന്റെ ഹാഫ് ക്വാണ്ടിറ്റി. പിന്നെ ഫ്രൈ ചെയ്യാൻ ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാനുള്ള വെള്ളം. ഇതെന്താ? ഇത് പരത്തിയെടുക്കാൻ ഗോതമ്പ് പൊടി. ഓക്കെ, പരത്തിയെടുക്കാൻ. ശരി. അപ്പോൾ വെച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് റെക്സ് കിച്ചന്റെ വിശേഷങ്ങൾ വഴിയെ പറയാം. തുടങ്ങിയാലോ? അതിൽ ഇച്ചിരി സോൾട്ടും മുളക് പൊടിയും ഒക്കെ ഇടാം. ഓക്കെ, സോൾട്ട് ആവശ്യത്തിനൊരു 1/4 സ്പൂൺ സോൾട്ട്. മുളക് പൊടി ഒരു 1/4-1/4 സ്പൂണ്. നിങ്ങളുടെ എരിവിന് ഇഷ്ടം അനുസരിച്ച്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. റെക്സ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത് 2017 ഓക്കെ, ആള് ഒരു IT ജോബിൽ ഉണ്ടായിരുന്ന ആളാണ് അല്ലേ? അതെ, അത് പിന്നെ ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കയറിയതാ. ഓക്കെ, ആദ്യം നമ്മൾ റെക്സ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇടയ്ക്ക് ഒരു ഇടവേള എടുത്തിട്ട് നമ്മൾ IT-ലേക്ക് പോയി അല്ലേ? എന്നിട്ട് വീണ്ടും തിരികെ ഇതിലേക്ക്. അപ്പൊ കുക്കിംഗ് ആണ് പാഷൻ? അതെ, കുക്കിംഗ് ആണ് പാഷൻ. അപ്പോൾ ഇങ്ങനത്തെ സ്നാക്സ് മാത്രമാണ് ഉണ്ടാക്കുന്നത്, അത് വേറെ അല്ലാണ്ട് മേജർ കുക്കിംഗ് ഐറ്റംസ്? ഞാനിപ്പോൾ സെയിൽസിന് ഈ സ്നാക്സും സ്വീറ്റ്സും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ റൈസ് ഐറ്റംസ് അങ്ങനെ പലതും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. കാറ്ററിംഗ് പോലെ ചെയ്യുന്നുണ്ടോ? അല്ലാതെ കാറ്ററിംഗ് അല്ല, റൈസ് ഐറ്റംസ് സെയിൽ ചെയ്യുന്നില്ല. ട്രൈ ചെയ്ത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ ഐറ്റം ഒക്കെ നമ്മുടെ റവ ചിപ്സ് ഒക്കെ വേണം. റവ സ്റ്റാർ അല്ലേ? റവ ഹാർട്സ്. ഓക്കെ, 2 ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഹാർട്ട് വെച്ചുണ്ടാക്കുമ്പോൾ റവ ഹാർട്സ് എന്നും സ്റ്റാർ വെച്ചുണ്ടാക്കുമ്പോൾ റവ സ്റ്റാർസ് എന്നും പറയാം. ഓക്കെ, ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ഒത്തിരി കട്ടിയായിരുന്നാലും പരത്താൻ പാടായിരിക്കും. ഇത് ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കുഴച്ച് വയ്ക്കാം. ഇതൊന്ന് 5 മിനിറ്റ് മതി. ഓയിൽ ഒഴിച്ച് നല്ലപോലെ ഒന്നുകൂടി കുഴയ്ക്കാം. അപ്പോൾ നമ്മുടെ റെക്സ് കിച്ചണിൽ നിന്ന് ഈ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാ പേജും ഉണ്ടോ? ഇൻസ്റ്റയിലും ഉണ്ടോ? ഇൻസ്റ്റയിലില്ല, ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ. റെക്സ് കിച്ചൺ തന്നെയാണ് പേര്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പരത്താൻ തുടങ്ങാം. ഓക്കെ, ശരി. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് നമ്മൾ അതിനെ ഒന്ന് സെറ്റായിട്ട് ആ ഡൗ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെറ്റായില്ലേ? ഇനി നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം ബൗൾസ് ആക്കാം. മാവിലൊന്ന് മുക്കിയെടുത്ത് ഇത് പരത്തുമ്പോൾ ഷേപ്പ് ഒന്നും പ്രോബ്ലം ഇല്ല. നമ്മൾ എന്തായാലും കട്ട് ചെയ്തെടുക്കുമല്ലേ. നല്ല തിന്നായി പരത്തിയെടുത്താൽ ക്രിസ്പായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ
അത്ര ക്രിസ്പായിരിക്കില്ല, കുറച്ചൊരു നമ്മുടെ പൂരി പോലെ പൊങ്ങി പൊങ്ങി വരും. അതെ, ഹാർട്ട് ഷേപ്പ് കുറച്ച് പൂരിയുടെ പോലെ സോഫ്റ്റ് ആയിട്ട് അത്ര ക്രിസ്പാണ്. സ്റ്റാർ നമ്മൾ ചെറുത് തിന്നായിട്ട് എടുത്താൽ ക്രിസ്പായി വരും. ഇതിപ്പോ ഇതൊക്കെ ഈ ഐറ്റം ഒക്കെ റവ ചിപ്സ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. റവ ചിപ്സ് അപ്പോൾ സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റം ആണോ? ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അതിൽ കണ്ട് ചെയ്തത്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. എന്തായിരുന്നു ഈ ഇതിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനം, കുക്കിങ്ങിലേക്ക്? ഇത് ഞാൻ ആദ്യം 2017 ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കഴിക്കാനൊക്കെ ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് ഓരോ ഐറ്റം വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്ത് തുടങ്ങി. അതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ തുടങ്ങി. അത് കണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, ഇങ്ങനെ തുടങ്ങാൻ, സെയിൽസ് തുടങ്ങാൻ ഫുഡ് ഗ്രൂപ്പ്സിലൊക്കെ അഡ്വർടൈസ്മെന്റ് ഇട്ടാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ടായിരുന്നു. ആ ഒരു വാക്കിലാണ് ഞാനിത് ചെയ്ത് തുടങ്ങി നോക്കിയത്, ട്രൈ ചെയ്ത് നോക്കിയത്. ഫ്രണ്ടിന്റെ പേര് രാകേഷ്, എൻ്റെ കൂടെ ടെക്നോപാർക്കിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അങ്ങനെ 2017 തുടങ്ങി. ആദ്യം തുടങ്ങിയത് ഒരു മാലാഡു, കേസരി, ചമ്മന്തിപ്പൊടി, ജസ്റ്റ് 3 ഐറ്റം വെച്ച് തുടങ്ങിയതാ. ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലൊക്കെ പോസ്റ്റ് ഇടുക. ഗ്രൂപ്പ്സൊക്കെ നല്ല സപ്പോർട്ടാണ് നമുക്ക്. ആ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് നടന്നു പോകുന്നത്. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഹോം ഷെഫ്സും ഹോം ബേക്കേഴ്സും ഒക്കെ ഉണ്ട് അല്ലെ? തട്ടിമുട്ടി നടക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. പക്ഷെ എന്നാൽ തന്നെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നുണ്ട്. ട്രിവാൻഡ്രത്തുള്ളവർ ഭക്ഷണപ്രിയരാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതെ, നല്ല ഭംഗിക്ക് ഹാർട്ട് ഷേപ്പിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട കൂടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസും ആയിരിക്കും വീട്ടിലെല്ലാവർക്കും ഇതൊക്കെ അവൈലബിൾ ആയിട്ട്. ഇത് ഞാൻ റവ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് റവയാണ്. റോസ്റ്റഡ് റവ തന്നെ എടുക്കുക. അതാകുമ്പോൾ പിന്നീട് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. റോസ്റ്റഡ് റവ നല്ലപോലെ പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഓർഡർ തരണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റേക്സ് കിച്ചൺ റേക്സ് കിച്ചണിന് നമ്മളുടെ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പേജ് ഉണ്ട്. ഓർഡർ എങ്ങനെ കൊടുക്കാം? നമ്മളുടെ പോകുമ്പോഴത്തേക്കും താഴെ നമ്പറും പ്രീ ഓർഡർ ആണ്, 1-2 ദിവസം മുമ്പ് പറയണം. ഇതേപോലെ തന്നെ വേറെ ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി അങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഉണ്ട്. ചമ്മന്തിപ്പൊടി, ദോശപ്പൊടി, പിക്കിൾസ്, മാംഗോ, ലെമൺ, സ്വീറ്റ്സ്, ലഡുവിന്റെ പല ഐറ്റംസ് ഉണ്ട്. ലഡു, മാലാഡു, ബീറ്റ് ലഡു, ബൂന്തി ലഡു, റവ ലഡു, പിന്നെ കേസരി സ്വീറ്റ് ഐറ്റം വരണം. ഇപ്പോൾ ഇത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തൊക്കെ ഷേപ്സ് ഉണ്ട്? വേറെ സ്ക്വയർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡയമണ്ട് കട്ടൊക്കെ ചെയ്യുന്ന പോലെ കത്തി വെച്ച്, ഇപ്പോൾ ഈ കട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ കത്തി വെച്ച് ജസ്റ്റ് ഡയമണ്ട് ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നുവെച്ചാൽ കത്തി വെച്ച് നീളത്തിലും കട്ട് ചെയ്ത് 2 സൈഡിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഡെലിവറി ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡെലിവറി ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ക്യൂബൈ പാൻഡ എന്ന് പറഞ്ഞൊരു ഡെലിവറി സർവീസാണ്. ഹോം ഡെലിവറി ഉണ്ട്. ഹോം ഡെലിവറി ഉണ്ട്. ഓക്കെ. ഇപ്പോൾ പാഴ്സലൊക്കെ ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ ഉണ്ടല്ലോ, പാഴ്സൽ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് കൊടുക്കുന്നത്? കൊറിയർ, ഞാൻ യൂഷ്വലി പ്രൊഫഷണൽ കൊറിയർ വഴിയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിത് റവ ഹാർട്ട്സും റവ സ്റ്റാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യം കൂടെ എടുക്കണം, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. അതിനൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. ഓയില്, ഫ്രൈ ചെയ്യാനുള്ള ഓയില് ഇതല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എണ്ണ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ഇടാം. ഓക്കെ. ആദ്യം നമുക്ക് സ്റ്റാർ തുടങ്ങാം. ഹാർട്ട് ഷേപ്പ്.
സോറി ഹാർട്ട് തുടങ്ങാം. ഞാൻ സ്റ്റാർ ഹാർട്ടും തമ്മിൽ തിരിച്ചു പറഞ്ഞു. എണ്ണ നല്ല ചൂടായിട്ടേ ഇടാവുള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞാൽ നമ്മൾ ഭൂരി പോലെ പൊങ്ങി വരുന്ന പറഞ്ഞ. ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് സിമ്മർ ചെയ്യണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്, ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം അല്ലേ? നമ്മളത് തവി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഫ്രൈ ആയോ ക്രിസ്പായോ. നല്ല ഭംഗിക്ക് നമ്മളുടെ റവ ഹാർട്ട്സ് വരുന്നുണ്ട്, മൂത്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ ഒക്കെ കൂടെ സൈഡിൽ കഴിക്കാം, പപ്പടത്തിനൊക്കെ പകരമായിട്ട് വയ്ക്കാം. ഇവിടുത്തെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റം ഏതാ? മാലാഡു ആണ്. മാലാഡു, ചമ്മന്തിപ്പൊടി, കേസരി. ഞാൻ തുടങ്ങിയ ടൈമിൽ കേസരിയാണ് ആദ്യം ഏറ്റവും ഹിറ്റായത്. നമ്മൾ എടുക്കാറായോ? ഒരു മിനിറ്റ് കൂടി. അത് റവ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട. ഇതുണ്ടായി കഴിഞ്ഞു, ഇനി എടുക്കാം. ഹാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലതൊക്കെ മാത്രം ഇങ്ങനെ ഒരു പഫി ആയിട്ട് വരും അല്ലേ? നമ്മൾ പരത്തി എടുക്കുന്ന ഹാഫ് ക്രിസ്പും ഹാഫ് പഫി ആയിട്ട് തിന്നായിട്ട് എടുത്ത് ക്രിസ്പായിട്ട് വരും. സ്റ്റാറായി വരുന്നു. ഒരാറായോ? നമ്മൾ എങ്ങനെയാണത് ഒരു ഇത് എടുക്കുന്നതിന് പോലെ ഇരിക്കും അല്ലേ? ഔട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കട്ടിക്കാണ് ഉണ്ടാക്കുന്നത്. കട്ടിക്കാണെങ്കിൽ പഫി ആയിട്ട് വരും, തിന്നായിട്ടാണെങ്കിൽ ക്രിസ്പായിട്ട് വരും. നമുക്ക് എങ്ങനെ വേണോ, എല്ലാവരും തിന്നായാലും ശരിയാവും എന്ന് വിചാരിക്കും. പക്ഷെ കട്ടിക്കെടുത്താൽ നല്ല പൂരി പോലെ സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റാർ ഞാൻ ഇതിനൊന്ന് നേരെ അറേഞ്ച് ചെയ്ത് വെക്കാം. നല്ലൊന്ന് ചൂടൊന്ന് മാറിക്കോട്ടെ, എന്നിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ റവ ഹാർട്ട്സിൻ്റെയും റവ സ്റ്റാർസിൻ്റെയും ചൂടൊന്ന് മാറിയപ്പോൾ നമ്മളത് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ടേസ്റ്റിങ്ങിലേക്ക്. അപ്പോൾ ഞാൻ ഏതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഹാർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഹാർട്ട് കഴിച്ചു നോക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇച്ചിരി ഒരു കട്ടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുരിനെ പോലെ പൊങ്ങി വരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ക്രിസ്പി ആൻഡ് പഫി ആയിട്ടുള്ള രീതിയിൽ. നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാനും ഈവൻ നമ്മുടെ ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. സ്റ്റാർ വെച്ച് നോക്കട്ടെ. സ്റ്റാർ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചെടുക്കണ്ടേ? ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞോളൂ, സ്വന്തമായിട്ട് എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കൊള്ളാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ഐറ്റംസും കൂടെ കഴിക്കാനുണ്ട്. ബാക്കി നമ്മളൊന്ന് പൊരിച്ചെടുത്തിട്ട് ബാക്കി ഐറ്റംസും കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതെല്ലാം കഴിച്ച് തീർത്തിട്ട് നമ്മളിനി അടുത്ത ഐറ്റം ഇതിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും റേക്സ് കിച്ചൺ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, സെർച്ച് ചെയ്യുക. നമ്മളുടെ ക്രിസ്പി ആൻഡ് യമ്മി ആയിട്ടുള്ള റവ ഹാർട്ട്സിനും റവ സ്റ്റാർസിനും ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ശ്രീദേവി വേണുഗോപാൽ റേക്സ് കിച്ചണിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം 1 അല്ലെങ്കിൽ 2 ദിവസം ഫയർ ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐറ്റം കിട്ടും. ഡെലിവറി ഉണ്ട്, ഡെലിവറി ചാർജ് മാത്രം കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പം വീട്ടിൽ വന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരേണ്ടത് എവിടെയാണ്? തിരുവനന്തപുരം വലിയശാല ഗ്രാമമാണ് ഇവിടെ. ഇപ്പം ഹൗസ് നമ്പർ 111. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും മറ്റൊരു ഐറ്റവുമായിട്ട് ശ്രീദേവി ചേച്ചി തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും മറ്റൊരു ഐറ്റമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.